അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 58, 59 വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ആയത്തും അള്ളാഹു നമുക്ക് ഇതിൻ്റെ ആശയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. 58-ാമത്തെ വചനത്തിൻ്റെ തുടക്കത്തിൽ വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ, വാവ് കഴിഞ്ഞ റബ്ബുക, നിന്റെ രക്ഷിതാവ്. റബ്ബ് പിന്നെ കാഫ് നീ എന്നുള്ളതിനുള്ള ഒരു ലമീറാണ്. റബ്ബുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രവാചകനോടുള്ള അഭിസംബോധനയാണെങ്കിലും എല്ലാവരോടും കൂടിയുള്ള ഒരു സംസാരമാണ് എന്നാണ് നമുക്ക് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു പോയത്. അത് ഇവിടെയും ഓർക്കേണ്ടതാണ്. അപ്പോൾ റബ്ബുക വറബ്ബുക, നിന്റെ രക്ഷിതാവ്. അൽ ഗഫൂർ, ഗഫൂർ ആകുന്നു. ഗഫൂർ എന്നാൽ പാപങ്ങൾ പൊറുക്കുന്നവൻ. പക്ഷേ അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ വളരെ പൊറുക്കുന്നവൻ, ഏറ്റവും നന്നായി പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ് എന്നൊക്കെ അർത്ഥം. സുർ റഹ്മ, കാരുണ്യമുള്ളവനുമാകുന്നു. റഹ്മത്ത് സു എന്ന് പറയുമ്പോൾ അത് ഉള്ളവൻ എന്നാണ്. സു കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത് അത് ഉള്ളവൻ, അതാണ് സു എന്ന് പറഞ്ഞാൽ. അപ്പൊ സുർ റഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവനുമാകുന്നു. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. റബ്ബുകൽ ഗഫൂർ, അതേപോലെ തന്നെ സുർ റഹ്മ, കാരുണ്യമുള്ളവനുമാകുന്നു എന്നാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളതിനൊക്കെ പല ഉദാഹരണങ്ങളും ഉപമകളും അതേപോലെ തന്നെ ആയത്തുകളും നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാണ്. അത് നമുക്ക് അറിയുന്നതുമാണ്, അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നാൽ. പക്ഷെ പലപ്പോഴും അത് വേണ്ട വിധത്തിൽ നമ്മുടെ അകത്തേക്ക്, മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് അവരവർ പരിശോധിക്കേണ്ടതാണ്. പാപങ്ങൾ പൊറുക്കുന്നവനാണ്. കാരണം പലപ്പോഴും തെറ്റുകൾ ചെയ്തു പോയ ആളുകൾ പൊറുക്കുമോ എന്ന സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അത് മനസ്സിലായിരിക്കാം അവർക്കുണ്ടാകുന്നത്, ഇതൊക്കെ പടച്ചവൻ പൊറുക്കുമോ എന്ന്. എന്നാൽ പൊറുക്കുന്നവനാണ്. അള്ളാഹു പൊറുക്കുകയില്ല എന്ന് ചില ആളുകൾ ചിലരോട് പറയാറുണ്ട്. പലപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വല്ല പാകപ്പിഴവുകളും വന്നു കഴിഞ്ഞാൽ ഭാര്യ പറയും, അള്ളാഹു പൊറുക്കുകയില്ല കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് വന്നാൽ ഭർത്താവും അത് പറയാറുണ്ട്. ഇത് നമ്മുടെ ഇടയിലൊക്കെ ഉള്ള സാധാരണ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. അള്ളാഹു പൊറുക്കുകയില്ല കേട്ടോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അള്ളാഹു പൊറുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില താല്പര്യങ്ങൾക്ക്, ഭർത്താവ്
നമ്മോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരമൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹു പൊറുക്കുകയില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്കാർക്കും തന്നിട്ടില്ല. ഒരു പാപവും അള്ളാഹു പൊറുക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ശിർക്ക് തന്നെ അള്ളാഹു പൊറുക്കുകയില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞതാണ്. മുൻ ക്ലാസുകളിലൊക്കെ അത് സൂചിപ്പിച്ചത് കൊണ്ടായത്ത് നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. പക്ഷേ ആ പാപം പോലും അള്ളാഹുവിനോട് അവൻ മരണത്തിന് മുമ്പായി പശ്ചാത്താപിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാപമായ ശിർക്ക് തന്നെ അവന് പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെ അതിലേറെ ചെറുത് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മോട് ഒരാളൊരു അക്രമം ചെയ്താൽ അത് അള്ളാഹു പൊറുക്കുകയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, കാരണം അത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ പെട്ടതാണ്. പൊറുക്കണോ പൊറുക്കണ്ടേ എന്നൊക്കെ അള്ളാഹു പൊറുക്കുന്നവനാണ് എന്നാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയിലുള്ള തർക്ക വിതർക്കങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണത്തെ എന്ത് ചെയ്യരുത്, നമ്മൾ അതിനെ ഒരു വിലങ്ങുതടയാക്കി അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ വിലപേശരുത് എന്നർത്ഥം. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ കാണുമ്പോൾ അള്ളാഹു പൊറുക്കുകയില്ല, പൊറുക്കപ്പെടാത്തതാണ് ഇതൊക്കെ എന്ന് പറയുവാൻ നമുക്ക് പാടില്ല. കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. അത് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ധാരാളം വചനങ്ങൾ ഇനിയും ഇതേ ആശയത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ദുർറഹ്മ, കാരുണ്യമുള്ളവനാണ് അള്ളാഹു. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ വിഷയം ഇവിടെ പറയുന്നത് ഇതിനു വേണ്ടിയല്ല, എങ്കിലും അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊക്കെ ഹദീസിലും വിശുദ്ധ ഖുർആനിലൊക്കെ വന്ന പല പരാമർശങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദുർറഹ്മ, അള്ളാഹു കാരുണ്യമുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ സൃഷ്ടികളുടെ ഇടയിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം, ഒരു അംശം മാത്രമാണ് ഈ ഭൂമിയിലേക്ക് തന്നിട്ടുള്ളത്. നമുക്കിടയിൽ, സൃഷ്ടികൾക്കിടയിലുള്ള കാരുണ്യം കാണിക്കാൻ കാരണമായ ആ കാരുണ്യം അള്ളാഹുവിൻ്റെ 1% അല്ലെങ്കിൽ 1% നൂറിൽ 1 മാത്രമാണ് മനുഷ്യരുടെ ഇടയിലും അതേപോലെ തന്നെ മറ്റു സൃഷ്ടികൾക്കിടയിലും അള്ളാഹു വീതിച്ചു നൽകിയത്. അപ്പോൾ എത്രമാത്രം ആയിരിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തോത്, അതിൻ്റെ വലുപ്പം എന്ന് നമ്മൾ മനസ്സിലാക്കുക. 99% 100 നമുക്ക് നൽകുകയും 99 മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു നാളേക്ക് വേണ്ടി നമുക്ക് നൽകുവാനായി. അപ്പൊ ആ 1% കാരുണ്യമാണ് നമുക്കിടയിൽ, മനുഷ്യർക്കിടയിലും മനുഷ്യർ ജന്തുക്കളോട് ചെയ്യുന്നതും ജന്തുക്കൾ തമ്മിൽ ചെയ്യുന്നതുമായ മനുഷ്യ സൃഷ്ടികളുടെ ഇടയിൽ നടക്കുന്ന കാരുണ്യത്തിൻ്റെ ആ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രം ചിന്തിച്ചാൽ മതി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലുപ്പം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ. 99 ഇങ്ങോട്ട് തന്നിട്ടില്ല. ഒരാള് ഈ ഭൂലോകത്തുള്ള ഏതെങ്കിലും ഒരു കോടീശ്വരൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന 750 കോടി ജനങ്ങൾക്കും ആവശ്യമായ തുക നൽകി അവരുടെ ചെലവിനൊക്കെ നൽകി കഴിഞ്ഞാൽ എന്നിട്ടും ബാക്കിയാകുകയാണെങ്കിൽ, അഥവാ ആ കോടീശ്വരനായ ആള് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 1% എടുത്തുകൊണ്ട് ഈ 750 കോടി ജനങ്ങൾക്കും വിതരണം ചെയ്ത് അവർ കൃത്യമായി അവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധി തീർത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ ബാക്കി 99% കണക്കെത്രയായിരിക്കും ആ ഒരു കോടീശ്വരനായ മനുഷ്യന്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യം അതാണ്, ഏറ്റവും വലിയ കാരുണ്യവാനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അള്ളാഹു പ്രയാസങ്ങൾ നൽകുന്നത്. അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ കാരണങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ക്ഷമിച്ച് മരണപ്പെട്ടു പോയി നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്തിനാണ് അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തന്നത് എന്ന് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പൊ അത് അള്ളാഹുവിന് കാരുണ്യമില്ലാത്തത് കൊണ്ടല്ല. ഒരു കുട്ടി
ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് അപകടം വരുന്ന ഒരു കാര്യം ചോദിച്ചാൽ നമ്മളാരും കൊടുക്കാറില്ല. ഒരു ബ്ലേഡിന് വേണ്ടി ഒരു ചെറിയ കുട്ടി 2 വയസ്സോ 3 വയസ്സോ ഉള്ള ഒരു കുട്ടി ഒരു ബ്ലേഡ് ലഭിക്കണം എന്ന് വിചാരിച്ച് കരഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ടാലും നമ്മൾ ആ ബ്ലേഡ് കൊടുക്കുകയില്ല. കാരണം എന്താണ്? ആ ബ്ലേഡ് കൊടുത്താൽ കുട്ടിക്കുണ്ടാകുന്ന അപകടം മനസ്സിലാകുന്നത് കൊണ്ടാണ്. അതേപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രയും ചെറുതാണ്, കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിലത്ത് കിടന്ന് ഉരുണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാവിക്ക് അത് തകരാറാകും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നൽകിയില്ലേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ പരലോകത്ത് നിന്ന് അത് വ്യക്തമാകുകയും അതിലേറെ നമുക്ക് പരലോകത്ത് ലഭിക്കുകയും. കാരണം എന്താണ്? 99% അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നഊദു ബില്ലാഹ്. നമുക്ക് ആ കാരുണ്യം ലഭിക്കുമാറാകട്ടെ. അപ്പോൾ റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാകുന്നു. എന്നിട്ട് പറയാണ്, ഇനിയാണ് ഈ വിഷയം പറയുന്നത്. ഇത് എന്തിനാ പറഞ്ഞത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ലൗ യുവാഹിദുഹും ബിമാ കസബു, പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. അതിനാൽ ലൗ യുവാഹിദുഹും, യുവാഹിദു എന്ന് പറഞ്ഞാൽ അഖദ എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്. അതിൽ നിന്നാണ് യുവാഹിദു എന്ന് വരുന്നത്. അപ്പൊ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ച് ശിക്ഷിക്കുക എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ അവരുടെ മേൽ നടപടി എടുക്കുക എന്ന്. ഹും എന്ന് പറഞ്ഞു. ഹും എന്നാൽ അവർ. ഇതിന്റെ തൊട്ട് മുമ്പ് ചില ആയത്തുകളിലൂടെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉത്ബോധനം നൽകപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗദർശനം നൽകപ്പെട്ടു കഴിഞ്ഞാൽ അതിന് തിരിഞ്ഞു പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, ശിക്ഷ ചോദിച്ച ആളുകളുണ്ട്. ഞങ്ങൾക്ക് ശിക്ഷ വേണം, ശിക്ഷ നീ കൊണ്ടുവരണം എന്നൊക്കെ പ്രവാചകന്മാരോട് തർക്കിക്കുകയും പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട്. ആ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ലൗ യുവാഹിദുഹും, അവരെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ. അഖദ യുവാഹിദു എന്ന പിടികൂടുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇവിടെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെതിരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ, ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ, അതാണ് ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആണെങ്കിൽ. ബിമാ കസബു, അവർ സമ്പാദിച്ചത് കൊണ്ട്. കസബു എന്ന് പറഞ്ഞാൽ, കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു എന്നാണ്. കസബു എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിച്ചു, അവർ സമ്പാദിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത് കൂട്ടിയത് കൊണ്ട്. അഥവാ അവർ സമ്പാദിച്ചത് എന്താണ്? തിന്മയാണ്, അക്രമമാണ്, അനീതിയാണ്, അധാർമികതയാണ്. ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അതാണ്. അല്ലെങ്കിൽ ദൈവനിഷേധമാണ്, അല്ലെങ്കിൽ പ്രവാചക നിന്ദയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗദർശനം, ദൈവിക മാർഗദർശനം നൽകപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും പ്രവാചകന്മാരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുകയും, അങ്ങനെയുള്ള അക്രമങ്ങൾ, അയൽവാസികളോടുള്ള അക്രമങ്ങൾ, മറ്റുള്ള ആളുകളോടുള്ള അക്രമങ്ങൾ, രാജ്യത്തോടുള്ള അക്രമങ്ങൾ, അതേപോലെ തന്നെ പ്രകൃതിയോടുള്ള അക്രമങ്ങൾ, മറ്റു സൃഷ്ടികളോടുള്ള അക്രമങ്ങൾ, ഇങ്ങനെയെല്ലാം തിന്മകൾ ചെയ്ത്, അതാണ് കസബ്, അതാണ് അവൻ സമ്പാദിച്ചത്, ആ വിഭാഗം ആളുകൾ. എന്നിട്ട് മാത്രവുമല്ല, പ്രവാചകന്മാരോട് അവർ ഞങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവരണമെന്ന വാദവുമായി നടക്കുകയാണ്. ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളാണ് അവർ സമ്പാദിച്ചു കൂട്ടിയത്. അതാണ് ബി മാ കസബു. മാ എന്നുള്ളത് അവിടെ എന്താണോ അവർ സമ്പാദിച്ചത് എന്നുള്ളതിനാണ് ആ മീമ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, ആ സമ്പാദിച്ചത് കൊണ്ട്, അവർ ചെയ്തു കൂട്ടിയത് കൊണ്ട്. അപ്പൊ അവർ ചെയ്തു കൂട്ടിയത് കൊണ്ട്, ആ തിന്മ, ആ ചെയ്തു കൂട്ടിയ, അവർ സമ്പാദിച്ചു കൂട്ടിയ തിന്മ കൊണ്ട് അള്ളാഹു അവരെ പിടികൂടി ശിക്ഷിക്കുകയായിരുന്നുവെങ്കിൽ ധൃതി കൂട്ടുമായിരുന്നു. ധൃതി കൂട്ട, ധൃതി കൂട്ടുമായിരുന്നു, ധൃതിയിൽ അവരെ ശിക്ഷിക്കുമായിരുന്നു. ലഹും, അവർക്ക്, അൽ അദാബ്, അവർക്കെതിരിൽ അവൻ വേഗത്തിൽ
ധൃതിയിൽ ശിക്ഷാ നടപടി എടുക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് ഉടനെ തന്നെ ശിക്ഷ നൽകുമായിരുന്നു എന്നർത്ഥം. അജല എന്ന് പറഞ്ഞാൽ അജല് ധൃതി കാണിക്കുക, ലഹും അവർക്ക് അലദാബ് ശിക്ഷയിൽ. അപ്പൊ ശിക്ഷ കൊണ്ട് അവർക്ക് ധൃതി കാണിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ ചെയ്തു കൂട്ടിയ ആ തിന്മ അങ്ങനെയാണ്. അവർ ചെയ്തു കൂട്ടിയത് നിമിത്തം, അവർ ചെയ്തു കൂട്ടിയതിന് അതുകൊണ്ട് അവർക്ക് എതിരിൽ ശിക്ഷ എടുക്കുകയാണെങ്കിൽ ഉടനെ പെട്ടെന്ന് ധൃതിയിൽ അവരെ ശിക്ഷിക്കുമായിരുന്നു അള്ളാഹു എന്ന്. അതിനെന്താ തടസ്സം? വറബ്ബുക്കൽ ഗഫൂർ ദുർ റഹ്മ. അതാണ് അള്ളാഹു വളരെ കാരുണ്യമുള്ളവനും പാപമോചനം അഥവാ ഇസ്തിഗ്ഫാർ പൊറുക്കുന്നവനുമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ അള്ളാഹു അവർ ശിക്ഷാ നടപടി എടുക്കും. കാരണം അവർക്ക് സമയം കൊടുക്കുകയാണ്, അവർക്ക് സമയം കൊടുക്കുകയാണ് ശിക്ഷിക്കാതെ. കാരണം ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപമോചനം തേടുന്നതിന് വേണ്ടിയുള്ള സമയം വേണം. അപ്പോ ആ സമയം, ആ പാപമോചനം തേടുന്നതിനുള്ള സമയവും അതേപോലെ തന്നെ ആ അള്ളാഹുവിന്റെ കാരുണ്യവും കൊണ്ടാണ് അവരെ ശിക്ഷിക്കാത്തത് എന്നാണ് അർത്ഥം. ഇപ്പോ ആയത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അവരെ ശിക്ഷിക്കാത്തതിന്റെ കാരണം അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ശിക്ഷ. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറുതാണ്, ചെറിയ കുട്ടികളാണ്. നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ നമ്മളിങ്ങനെ അതിനനുസരിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആ ശിക്ഷ അങ്ങോട്ട് കൊണ്ടുപോവാ. പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്, നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ, എങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിച്ചു കൊള്ളാം. മലക്കുകളെ അണിയണിയായിട്ട് കൊണ്ടുവരണം, അള്ളാഹുവിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം, അള്ളാഹു എന്തിനാണ് മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു നേരിട്ട് വന്നാൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറയുന്ന ആളുകൾ ഇന്നും നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു ഇവർ ഈ പറയുന്നതും ഈ ചെയ്തു കൂട്ടിയ തിന്മക്കും അവർ പാപമോചനം തേടുന്നതിന് വേണ്ടി അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു കാരുണ്യവാനാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നു അവരെ ശിക്ഷിക്കാതിരിക്കുക, അവർക്ക് സമയം കൊടുക്കുക എന്നത് ആ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതാണ് അടുത്ത് പറയുന്നത്, ബൽ ലഹും മൗഈദുൻ. ബൽ എന്നാൽ ബൽ പക്ഷേ, ലഹും അവർക്കുണ്ട്, മൗഈദുൻ ഒരു നിശ്ചിത അവധിയുണ്ട്. മൗഈദ് അവധി അല്ലെങ്കിൽ ആ വാഗ്ദാനം, ആ മൗഈദ് അവർക്കൊരു നിശ്ചിത അവധിയുണ്ട്. ആ അവധി വരെ അള്ളാഹു നീട്ടിയിടുമെന്നർത്ഥം. ആ അവധി വരെ അവർക്ക് പാപമോചനത്തിനുള്ള അവസരമുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമാകുന്നു അത്. ലൻ യജിദു മിൻ ദൂനിഹി മൗഇല. ലൻ യജിദു അവർ കണ്ടെത്തുകയില്ല, മിൻ ദൂനി അവന് പുറമെ, മൗഇല ഒരു രക്ഷാമാർഗം, ഒരു രക്ഷ പ്രാപിക്കാനുള്ള ഒരു സ്ഥാനം, ഒരു അഭയസ്ഥാനം, ഒരു രക്ഷാമാർഗവും കണ്ടെത്തുകയില്ല. ലൻ യജിദു, യജിദു എന്ന് പറഞ്ഞാൽ കണ്ടെത്തുകയില്ല, മിന്ദൂൻ അവന് പുറമെ, അള്ളാഹുവിന് പുറമെ വേറെ ഒന്നും ഒരു സ്ഥലം, ഒരു അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അവധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരു കാര്യവും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇവിടെ ഭൂമി അങ്ങോട്ട് തകിടം മറിഞ്ഞ് താഴേക്ക് കണ്ടു പോയാൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റും? സഹിക്കല്ലാതെ. പിന്നീട് മരണപ്പെട്ടു പോയ ആളുകളുടെ ഒരു കണക്കെടുത്തുകൊണ്ട് ഇത്ര ആൾ മരിച്ചു എന്ന് പറയാം. സുനാമിയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, മരണപ്പെട്ടു എന്ന് പറയാമെന്നല്ലാതെ കണ്ടിട്ട് എന്താണ് സുനാമിക്ക് അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് നമുക്ക് കഴിഞ്ഞത്? ഇല്ല യജിദു മിൻ ദൂനിഹി മൗഇല. പല ഭൂമി കുലുക്കങ്ങളും നമ്മുടെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായി ഭൂമി കുലുക്കങ്ങൾ. എത്രയോ ആളുകൾ മരണപ്പെട്ടു, ഭൂമിയിലേക്ക് ആണ്ടുപോയി, അവരുടെ മൃതശരീരങ്ങൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലൻ യജിദു മിൻ ദൂനിഹി മൗഇല, ലൻ യജിദു മിൻ ദൂനിഹി
മൗഇല, ഒരു രക്ഷാമാർഗവും കണ്ടെത്താൻ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ആ അവധി വന്നു കഴിഞ്ഞാൽ, അതിനു മുമ്പ് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി പശ്ചാത്താപിക്കുകയും അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളം നമുക്ക് മറ്റ് ആയത്തുകളിലും കാണാൻ കഴിയും. മറ്റ് അധ്യായങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിൽ സൂറത്തുർ റഅദ് അതിന്റെ 6-ാമത്തെ വചനം ഇതേ ആശയമാണ്. വയസ്തഅജിലൂനക ബിസയ്യിഅതി ഖബ്ലൽ ഹസന. അവർ ധൃതി കൂട്ടുകയാണ്. യസ്തഅജിലൂനക ബിസയ്യിഅതി, ശിക്ഷയ്ക്ക് വേണ്ടി. സയ്യിഅത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയാണ്. ശിക്ഷയ്ക്ക് വേണ്ടി അവർ ധൃതി കൂട്ടും. അവർ പ്രവാചകനോട് പറയാറില്ലേ, അതല്ലെങ്കിൽ പ്രവാചകന്റെ അനുയായികളോട്, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിന്റെ ദൈവത്തിന്റെ മാർഗദർശനം പ്രബോധനം ചെയ്യുന്ന ആളുകളോട് പറയാറില്ലേ, നിങ്ങളിതാ ഇങ്ങോട്ട് കൊണ്ടുവരൂ നിങ്ങൾ പറയുന്ന ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിക്കാറില്ലേ? അതാണ് യസ്തഅജിലൂനക. അവർ ധൃതി കാണിക്കുകയാണ് ബിസയ്യിഅതി, ആ ശിക്ഷ അങ്ങോട്ട് കൊണ്ടുവരാൻ. ഖബ്ലൽ ഹസനത്തി, ഹസനത്തിന് മുമ്പ്, നന്മക്ക് മുമ്പ് അവർ അതിന് ധൃതി കൂട്ടുകയാണ്. വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസുലാത്ത്, വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസുലാത്ത്. അവർക്ക് മുമ്പ് ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ, മാതൃകാപരമായ ശിക്ഷകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് സമൂദ് പോലുള്ള ആ സമൂഹങ്ങളെ നശിപ്പിച്ചത് ഇന്നും അത് ഖനനങ്ങളിലൂടെയും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇന്നത് നമുക്ക് സുപരിചിതമായതാണ്. പക്ഷെ എന്നാലും ഇതിന് തർക്കിക്കും ആളുകൾ. ഇത് അറബികളുടെ ഇടയിലും പ്രവാചകന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ കൊണ്ടുപോവാ എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് മുമ്പ് പല ശിക്ഷാ നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആളുകൾ ഇത് ചോദിക്കും. വഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൻ. കണ്ട, വഇന്ന റബ്ബക, നിന്റെ രക്ഷിതാവ്, ല, ആ ലാം എന്താണ്? തീർച്ചയായും എന്നല്ല. ഇവിടെ ദു കണ്ട, ദു മഗ്ഫിറത്തിൻ എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ദുൽ റഹ്മ എന്ന, കാരുണ്യമുള്ളവൻ എന്നാണ്. ഗഫൂർ അതിന്റെ മുമ്പാ പറഞ്ഞത്. ഇവിടെ ദു മഗ്ഫിറത്തിൻ, അവൻ പാപമോചനമുള്ളവനാണ്, പാപമോചനം നൽകുന്നവനാണ്. അവൻ പാപമോചനം നൽകുന്നവനാകുന്നു. ലിന്നാസി, ജനങ്ങൾക്ക് പാപമോചനം നൽകുന്നവനാണ്, മുസ്ലിങ്ങൾക്കല്ല. മുസ്ലിങ്ങൾക്ക് നല്ല പ്രയാണം, ഒന്നായിട്ടുള്ള പ്രയോഗമാണ്. ലിന്നാസി, ജനങ്ങൾക്ക്, മാനവരാശിക്കാകമാനം പാപമോചനം നൽകുന്നവനാണ്. അലാ ദുൽമീം, അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും, അഥവാ അവർ അക്രമത്തിലായിരിക്കുമ്പോഴും, അവർ അക്രമം പ്രവർത്തിച്ചിട്ടുകൂടി എന്നൊക്കെ അതിനർത്ഥം പറയാം. അവർ അത്രമാത്രം അക്രമം പ്രവർത്തിച്ചാലും ആ അക്രമത്തിൽ നിന്നെല്ലാം ഇവർ മാറി നിന്നുകൊണ്ട് പശ്ചാത്താപിച്ചു കഴിഞ്ഞാൽ പശ്ചാത്താപം പൊറുക്കുന്നവനാണ്. ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ രക്ഷിതാവ്. ഇന്ന, നിശ്ചയമായും, റബ്ബക ഇവിടെ ഈ ആയത്തിലും പറയുന്നതാണ്. 13-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ വചനത്തില് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിശ്ചയമായും നിന്റെ രക്ഷിതാവ് ലശദീദ്, കഠിനമായി. ഷദീദന്റെ കഠിനത്തിന് പറയുന്നതാണ്. ഇല്ലാണ്ട് അവിടെ ലാമുണ്ട്. എന്തിനുള്ള ലാമ്? തീർച്ചയായും. അൽ ഇഖാബ്, ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന്. അപ്പോ കാരുണ്യമുണ്ട്, മഗ്ഫിറത്ത് ഒക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. കാരുണ്യവാനാണ്, പാപമോചനം തേടുന്നവനാണ്, അവസരവും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശക്തമായ ശിക്ഷാ നടപടി എടുക്കുന്നവരാണ്. അതും അതിന്റെ കൂടെ പറയണല്ലോ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, തലോടുന്ന കൈകൾക്കാണ് അടിക്കാനുള്ള അധികാരം. തലോടുന്ന കൈകൾ കൊണ്ട് അടിക്കാമെന്നൊക്കെ ഒരു പാരന്റ് രക്ഷാകർത്തത്തോട് നമ്മൾ പറയാറുണ്ടല്ലോ, രക്ഷിതാക്കളോട്. തലോടുന്ന കൈകൾക്ക്. അതേപോലെ തന്നെ അള്ളാഹു അത്രമാത്രം കാരുണ്യവാനാണ്, പാപമോചനത്തിന് തയ്യാറാണ്, സമയവും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അബൂലഹബിന്റെ കഥ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. അബൂലഹബിനെ പോലുള്ള അവസരങ്ങൾ കിട്ടി. പ്രവാചകനാകുന്ന ആ ദൃഷ്ടാന്തം പോലും മുന്നിൽ കണ്ടിട്ട് ഒരു അധ്യായം പോലും അവതരിപ്പിക്കാൻ കാരണമായ ആ ഒരു മനുഷ്യന് മാറാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അത്ര സമയം കൊടുത്തിട്ട് തയ്യാറായില്ല. അപ്പൊ എന്താണ്? ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച ആയത്ത് തന്നെയാണ് 35-ാമത്തെ അധ്യായത്തിലെ 45-ാമത്തെ വചനം, സൂറത്തുൽ ഫാത്തിർ. അല്ലാഹു പിടികൂടുകയാണെങ്കിൽ അന്നാസ, ജനങ്ങളെ,
ഈ ആയത്ത് എടുക്കാൻ കാരണം എന്താ പറയുക, ഇവിടെയൊക്കെ ജനങ്ങൾ എന്ന് പ്രയോഗിച്ചതുകൊണ്ടാണ് ഈ ആയത്തും കൂടി നമ്മൾ ഇതിനോടനുബന്ധിച്ചെടുക്കുന്നത്. പലപ്പോഴും മുസ്ലിങ്ങളത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹു മനുഷ്യരോട് സംസാരിക്കും. മനുഷ്യരെ പിടികൂടുമായിരുന്നു ബിമാ കസബു, അവർ സമ്പാദിച്ചത് നിമിത്തം, അവർ ചെയ്തു കൂട്ടിയത് നിമിത്തം. അങ്ങനെ ലൗ പിടികൂടുകയായിരുന്നെങ്കിൽ, അതാണ് ലൗ യുവാഹിദുള്ള, അള്ളാഹു പിടികൂടുകയായിരുന്നുവെങ്കിൽ ജനങ്ങളെ ബിമാ കസബു പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാ തറക അലാ ലഹ്രിഹാ മിൻ ദാബ, മാ തറക അലാ ലഹ്രിഹാ, അതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ ഒരു ജന്തുവിനെയും ഒരു മനുഷ്യനെ ഒരാളെയും അള്ളാഹു ബാക്കി വെക്കുമായിരുന്നില്ല. മനുഷ്യരുടെ ചെയ്തികൾ അത്രമാത്രമാണ്, അതികഠിനമായ ചെയ്തികളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയതിലെ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ, ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര മനുഷ്യ ശരീരങ്ങളെയാണ് വെട്ടി നുറുക്കിയത്. എന്തെല്ലാമാണ് ഈ മനുഷ്യർ ചെയ്തു കൂട്ടിയത് ഈ ലോകത്ത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തിനു വേണ്ടിയായിരുന്നു ലോകമഹായുദ്ധങ്ങൾ നടന്നത്? ദാരിദ്ര്യം നീങ്ങിക്കിട്ടാനാണോ? അതല്ലെങ്കിൽ മനുഷ്യർക്ക് ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടിയാണോ? എന്താണ് അതിന് മറുപടി പറയാ? ഒരു മറുപടിയുമില്ലാതെ പച്ച ജീവനുകൾ തുണ്ടമായി നുറുക്കിയിട്ടും അതേപോലെ തന്നെ കത്തിച്ചു കളഞ്ഞിട്ടും പച്ചയായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തലക്കടിച്ചു കൊല്ലലും, അതേപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കലും, ഭാര്യയെ കൊല്ലലും, ഭാര്യ ഭർത്താവിനെ കൊല്ലലും, കുഞ്ഞുങ്ങളെ കൊല്ലലും, ഇങ്ങനെ അതിനിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ. അന്നാസ് ലൗ യുവാഹിദുല്ലാഹു നാസ് ബിമാ കസബു, അതൊക്കെയാണ് അവർ സമ്പാദിച്ചു കൂട്ടിയത്. അങ്ങനെ അള്ളാഹു പിടികൂടുകയായിരുന്നുവെങ്കിൽ ഇത് ഒരു മനുഷ്യനെയും ബാക്കി വെക്കൂല, അപ്പളെ ആണ് ശിക്ഷ കൊടുക്കും എന്നർത്ഥം. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അതുകൊണ്ടാണ്. പക്ഷേ യുഅഖിറുഹും, അവരെ പിന്തിക്കുകയാണ്, കുറച്ച് നീട്ടിയിടുകയാണ്. ഇലാ അജലിൻ മുസമ്മ, ഒരു അവധി വരെ. കാരണം ആ അവധിയിൽ അവർക്ക് പാപമോചനം തേടാം. അവർക്ക് ആ അവധിയിൽ പാപമോചനം തേടാം. അള്ളാഹു കാരുണ്യവാനാകുന്നു. റബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീട്ടിയിട്ട് കൊടുക്കണം. ഫഇദാ ജാ അജലുഹും, നമ്മുടെ അജല് വന്നാൽ പിന്നെ ഫഇന്നല്ലാഹ കാന ബിഇബാദി ബസീർ, അവരുടെ അജല് വന്നാൽ അവർക്ക് രക്ഷപ്പെടാനാവുകയില്ല. ഇവിടെ പറഞ്ഞതേ 18-ാമത്തെ അധ്യായത്തിലെ 58-ാമത്തെ വചനം അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇല, അവധി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു രക്ഷാമാർഗവും, അഭയം പ്രാപിക്കാനുള്ള ഒരു രക്ഷാമാർഗവും, അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു അഭയസ്ഥാനം അവർക്ക് കാണാൻ കഴിയില്ല. അതിനാണ് ഇവിടെയും പറയുന്നത്. 35-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വചനത്തിലും പറയുന്നത് എന്താണ്? ഫഇദാ ജാ അജലുഹും, അജലെത്തി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു കാന ബിഇബാദി ബസീറ, അള്ളാഹു തന്റെ അടിമകളെ കുറിച്ച് ബിഇബാദിഹി, അവന്റെ അടിമകളെ കുറിച്ച് ബസീറ, കണ്ടറിയുന്നവനാണ്. ആൾക്കാരെ കുറിച്ച് നന്നായി അറിയാം. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. നമുക്ക് പല ആളുകളും പറഞ്ഞു തരണം ഒരാളെ കുറിച്ച് അറിയാം. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി 59-ാമത്തെ വചനം, 18-ാമത്തെ അധ്യായത്തിൽ 58 നമ്മൾ പഠിച്ചത്. 59-ാമത്തെ വചനത്തിൽ അതോടനുബന്ധിച്ച് തന്നെ പറയണ വതിൽക്കൽ ഖുറ, അൽ ഖുറ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ എന്നാണ് തിൽക്ക എന്ന് പറഞ്ഞാലോ, ഹാദാ തിൽക്കൊക്കെ നമുക്ക് അറിയാവുന്ന ആളാണ്. തിൽക്കൽ ഖുറ, ആ രാജ്യങ്ങൾ, അതാണ് തിൽക്ക. ആ രാജ്യങ്ങളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതാണ് ആ തിൽക്ക എന്നുള്ള പ്രയോഗം. അതാ എന്നൊക്കെ ഒരു പ്രത്യേക എടുത്ത് കാണിക്കുക. അൽ ഖുറ, ആ രാജ്യങ്ങൾ. ഏത് രാജ്യങ്ങൾ? ആദ്, സമൂദ് പോലെയുള്ള ആ രാജ്യങ്ങൾ, അള്ളാഹു നശിപ്പിച്ച, ഈ ചോദ്യം ചോദിച്ച ആളുകളെ, ആ നശിപ്പിക്കപ്പെട്ട ആ രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങൾ, അതാണ് ഖുറ. ഖറിയത്ത് എന്ന് പറഞ്ഞ രാജ്യങ്ങൾക്ക് പറയുന്നത്, അതിന്റെ ബഹുവചനാണ് ഖുറ. ആ രാജ്യങ്ങൾ അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചു. അഹ്ലക്നാഹും, നാം അവരെ നശിപ്പിച്ചു, അഹ്ലക്നാഹും എന്ന അവരെ. ലമ്മാ ദലമു, അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ അവർ അക്രമം ചെയ്തപ്പോൾ. ലമ്മാ ദലമു,
ദുൽമ് അതിൽ നിന്നാണ് ദലമു ഉണ്ടാകുന്നത്. അവർ അക്രമം പ്രവർത്തിച്ചു എന്നർത്ഥം. അപ്പൊ ലമ്മാ ദലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ ആ നാട്ടുകാരെ നാം നശിപ്പിച്ചു. വജഅൽനാ നാം ആക്കുകയും ചെയ്തു. അവരെ നാം ആക്കുകയും ചെയ്തു. ലിമഹ്ലികിഹിം അവരുടെ ആ നശീകരണം, ആ നാശത്തിന് വേണ്ടി ഒരു സമയം. അതാണ് ഒരു സമയം. മൗഇദ എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, മൗഇദ നമ്മൾ പഠിച്ചില്ലേ, ഒരു അവധി, ഒരു സമയം. വജഅൽനാ നാം ആക്കുകയും ചെയ്തു. ലിമഹ്ലികിഹിം അവരുടെ ആ നാശത്തിന് മൗഇദ ഒരു അവധിയും വെച്ചു. ഒരു അവധി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോ ഇത് ഈ ആളുകൾക്ക് വേണ്ടിയുള്ള ഈ 58-ാമത്തെ വചനത്തിലെ ഒരു ബാക്കിയാണ്. കാരണം ശിക്ഷാ നടപടികൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ധൃതി കൂട്ടി ശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണ്ട. അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിച്ചു കൊള്ളൂ. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ ആ രാജ്യങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓതിൽക്കൽ ഖുറ ആ രാജ്യങ്ങൾ അഹ്ലക്നാഹും നാം നശിപ്പിച്ചു. ലമ്മ ദലമു അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ. അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ അക്രമത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ നാശത്തിന്, അതാണ് വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, ആ നാശത്തിന് നാം ഒരു നിശ്ചിത അവധിയും ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇത്രയും ഇതുവരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്ത്, ഈ കഴിഞ്ഞ് 59 കഴിഞ്ഞ് 60-ാമത്തെ ആയത്ത് മുതൽ 60-ാമത്തെ ആയത്ത് മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുക, അതിനെതിരെ ഒരു സംശയം പ്രകടിപ്പിക്കാതിരിക്കുക. അതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത, ഒരു മുസ്ലിമിന്റെ ബാധ്യത. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നവൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം ആയത്തുകളിലൂടെ അതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുക. അള്ളാഹുവിൻ്റെ വചനങ്ങളോട്, അള്ളാഹുവിൻ്റെ ആയത്തുകളോട്, അള്ളാഹുവിൻ്റെ ഖുർആനിക ആയത്തുകളോടൊക്കെ നമ്മുടെ സമീപനം എങ്ങനെയാണ്, അള്ളാഹു വളരെ ഗൗരവത്തിൽ പറയുന്ന ഈ വിഷയങ്ങളോടൊക്കെ നമ്മൾ ഏത് സമീപനമാണ് സ്വീകരിക്കുന്നത്, എന്താണ് നമ്മുടെ മനോഭാവം, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. ആരെയും ബോധ്യപ്പെടുത്താനല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ നമുക്ക് കഴിയും. പക്ഷെ നമ്മുടേത് കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടേത് കണ്ടെത്തി അതിൻ്റെ ശിക്ഷ കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടതില്ല. നമുക്ക് നമ്മളെ പരിശോധിക്കുക, നമുക്ക് നമ്മളെ വിചാരണ ചെയ്യുക, നമ്മളെ ഒന്ന് വിലയിരുത്തുക, നമ്മളൊന്ന് ഇവാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതിലൂടെ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമുക്ക് വേണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.